മലപ്പുറം ഉദരംപൊയിലിൽ 2 വയസ്സുകാരിയെ പിതാവ് കൊലപ്പെടുത്തിയെന്ന് പരാതി. കുഞ്ഞിന്റെ മാതാവും ബന്ധുക്കളും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കുഞ്ഞിന്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ഇന്നലെ വൈകിട്ട് പിതാവ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരിച്ചിരുന്നെന്നും ബന്ധുക്കൾ പറഞ്ഞു. കുട്ടിനെ ഇന്നലെ ഇവര് ഭക്ഷണം കഴിച്ചിട്ട് തൊണ്ടയിൽ കുടുങ്ങിന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോ ഇത് ഞങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിച്ചതല്ല കുട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഒരു അപകടം പറ്റിയിട്ട് കൊണ്ടുപോയതല്ല എന്നുള്ള ഇതിന്റെ ആദ്യം മുമ്പ് തന്നെ അറിയാം. എന്താ വെച്ചാൽ ഇതിന്റെ മുമ്പായിട്ട് തന്നെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായതാണ്. ഈ മാരേജ് പ്രശ്നമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇതിന് മുമ്പായിട്ടൊരു പീഡന കേസ് കൊടുത്തിട്ടുള്ളതാണ് ഇവന്റെ പേരിൽ. ഈ കൊന്നു എന്ന് പറയണ ഈ കുട്ടിന്റെ വാപ്പാന്റെ പേരിൽ ഒരു പീഡന കേസ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോ ഇവര് കൊന്നതായിരിക്കാം എന്നാണ് ഞങ്ങൾ ഫുള്ള് ഉറപ്പ്. അപ്പൊ തന്നെ ഞങ്ങൾ ഉറപ്പ് കൊന്നതാണെന്ന് തന്നെ ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഉറപ്പിച്ചത് ഇവര് മുഖത്തിലെ പാടും ഈ അടയാളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഉറപ്പിച്ച് ഈ കുട്ടിനെ അവൻ കൊന്ന തന്നെയാണ്. ഞാൻ പണി കഴിഞ്ഞാണ്ട് വീട്ടിൽ എത്തിയപ്പോ എൻ്റെ ഉമ്മാന്റെ കയ്യിലാണ് കുട്ടി. എൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ 5 ആമാമിയും കൈയും കാലും ഇങ്ങനെ ചൂടാക്കണ് കാലിന്റെ അവിടെ. അപ്പൊ എന്താ തരിപ്പ് പോയതാണെന്നപ്പോ കൈ ചൂടാക്കുന്നുണ്ട് കാലിന്റെ അടി. അപ്പൊ ഞാൻ ചോദിച്ചു വണ്ടി കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓട്ടോറിക്ഷക്ക് പോയപ്പോ ഓട്ടോറിക്ഷ വന്നപ്പോ തന്നെ അവിടെ ഒരു വണ്ടിയിലിട്ടാണ്ട് ഏതൊരു കാറിലിട്ടാണ്ട് കാളികാവത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് വണ്ടൂര് നിംസിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. നിംസിക്ക് എത്തിയപ്പോ തന്നെ മരണപ്പെട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുട്ടിന്റെ ഇവിടെ എന്തൊക്കെ ഒരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ് കരുവാളിച്ച പാടുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. കുട്ടിയെ കൊലപ്പെടുത്തുന്നത് കണ്ടെന്നും കുട്ടിയെ പിതാവ് കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ചവിട്ടിയതായും ബന്ധുക്കൾ പറഞ്ഞു. അതേ ആ സമയത്ത് ആ വീട്ടിൽ അളിയനുണ്ട്. ആ വീട്ടിൽ തന്നെയാണ് അളിയനും നിൽക്കുന്നത്. എല്ലാരും ഈ കുട്ടി ഇപ്പൊ മരിച്ച കുട്ടി അടക്കം ആ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അപ്പോ ഈ അളിയൻ അപ്പൊ അവിടെ സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്നാണെന്നാണ് പറയുന്നത്. അളിയൻ മൊഴി കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുട്ടിനെ ചവിട്ടി കൊന്നതാണ്, നെഞ്ഞത്ത് ചവിട്ടിയതാണ്, മുഖത്ത് കൈ വെച്ച് കുത്തിയതാണ്, ചുമരുമ്പ് കൊണ്ടുപോയിട്ട് കൈത്തിന് നെക്കിയതാണ്. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അളിയനും ഈ പോലീസുകാർക്ക് കൊടുത്ത FIR അതുണ്ട്. കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ഫായിസ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. ഇത് അവന് ഫോൺ ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കുട്ടിന് ഈ പെണ്ണിന്റെ ഈ 2 കുട്ടികളെയും ഇവരും കൊല്ലും തന്നെ ഓന ഫോൺ ചെയ്തിട്ടും അല്ലാതെയും പറഞ്ഞാണ്. അത് നിങ്ങൾ അവരെ ജ്യേഷ്ഠത്തി ഉണ്ട്, ഇവളെ ഈ മരിച്ച കുട്ടിന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി ഉണ്ട്. ഓള് കുറച്ച് അപ്പുറത്താണെങ്കിലും അവരോട് ചോദിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അവരെ ഫോൺ ഡെയിലി ഒരു നിരന്തരം ഫോൺ ചെയ്തുകൊണ്ട് ഈ ഭീഷണി അവിടെ ഫോൺ ചെയ്തുകൊണ്ട് ഇത് പറഞ്ഞോണ്ടേയിരിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണകാരണം വ്യക്തമാവുക. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.